ക്ലാസ് ഡേ 5, 5-ാം ദിവസത്തെ ക്ലാസ്. ഇനി നമ്മൾ ക്രിയാവാക്കുകളുമായി ബന്ധിപ്പിക്കുന്ന കോഡ് വാക്കുകൾ പഠിക്കാം. ആദ്യം കം എന്ന ക്രിയാവാക്കിന്റെ 5 പദരൂപങ്ങൾ ഒന്നുകൂടി കാണുക. കം, കംസ്. കം, കമ്മിങ്, കെയിം, കം. ഇനി ഈ പട്ടികയിലെ ഓരോ കോളവുമായി ബന്ധപ്പെട്ട വാക്കോഡുകൾ കാണുക. വാക്യങ്ങൾ സൃഷ്ടിക്കാനായി മനസ്സിൽ ഈ പട്ടിക കൂടി വെക്കണം. എന്നാൽ അക്കാര്യം ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നതോടൊപ്പം സ്വമേധയാ സംഭവിക്കും. ഇന്ന് ആദ്യത്തെ കോളത്തിലെ കോഡ് ഉപയോഗിക്കുന്ന കാര്യം പഠിക്കാം. ആദ്യത്തെ കോളത്തിലുള്ള വാക്കിന്റെ അർത്ഥം ചെയ്യാറുണ്ട്, ചെയ്യുന്നു എന്ന രീതിയിലാണ്. എന്ന് വച്ചാൽ ഇവിടെ കം എന്ന വാക്കിന് വരാറുണ്ട്, വരുന്നു എന്ന അർത്ഥം വരുന്നു. ഇതിൽ തന്നെ വരുന്നു എന്ന അർത്ഥം ഒരു പ്രത്യേക അവസരത്തിൽ മാത്രം വരുന്നതാണ്. അതിനാൽ തന്നെ ഈ അർത്ഥത്തിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ല. ഇനി നോക്കുക. ഐ കം, ഞാൻ വരാറുണ്ട്. ഹി കംസ്, അയാൾ വരാറുണ്ട്. ഷീ കംസ്, അയാൾ വരാറുണ്ട്. ദേ കം, അവർ വരാറുണ്ട്. വി കം, ഞങ്ങൾ വരാറുണ്ട്. യു കം, നിങ്ങൾ വരാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹി, ഷീ എന്ന പദങ്ങളോട് കൂടി കംസ് എന്ന വാക്കാണ് വരുന്നത് എന്നതാണ്. മറ്റ് വാക്കുകളോട് കൂടി കം എന്ന വാക്കാണ് വരുന്നത്. എന്നുവച്ചാൽ ഏകവചന വാക്കുകളോടുകൂടി വരുന്ന ക്രിയാവാക്കുകളുടെ പിന്നിൽ എസ്, ഇഎസ് തുടങ്ങിയ ലിപികൾ ഒട്ടിനിൽക്കുമെന്ന്. ഇത് കോളം 1 മാത്രം ബാധകമായ കാര്യമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതായത് 1 മുതൽ 5 വരെയുള്ള കോളങ്ങളിലൂടെ വാക്കുകളുടെ പദരൂപങ്ങൾ മാറുന്നതിന് പലപ്പോഴും ഒരു പൊതുവായുള്ള രീതി കണ്ടേക്കാം. എന്നാൽ ചില വാക്കുകളുടെ കാര്യത്തിൽ ഇത് ശരിയാവില്ല. അതായത് പദരൂപങ്ങൾ മാറുന്നതിന് വ്യക്തമായ ഒരു രീതി കണ്ടേക്കില്ല. ഉദാഹരണത്തിന് നോക്കുക. go, goes. Go, going, went, gone. നാലാമത്തെയും 5-ാമത്തെയും കോളങ്ങളിലെ വാക്കുകളുടെ പദരൂപങ്ങൾ 1, 2, 3 എന്ന കോളങ്ങളിലെ പദരൂപങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇന്ന് മറ്റൊരു വാക്ക് നോക്കാം. arrive, arrives. arrive, arriving, arrived, arrived. ഈ വാക്കിന്റെ കാര്യത്തിൽ
വാക്കുകളുടെ പദരൂപങ്ങൾ മാറുമ്പോൾ പദരൂപങ്ങൾ തമ്മിൽ ഒരു രൂപസാദൃശ്യമുള്ളതായി കാണാം. ഇനി നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് പോകാം. ദേ എന്ന പദത്തിന്റെ 4 രൂപങ്ങൾ പഠിക്കാം. ചിത്രം നോക്കുക. ദേ അവർ അവർക്ക്, ദേർ അവരുടെ, ദേശ് അവരുടേത്, ദം അവരെ അവരോട് അവർക്ക്. They are right about this. ഇക്കാര്യത്തിൽ അവർ ശരിയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് അവർ പറഞ്ഞത് ശരിയാണ്. They want to go to Alvey. അവർക്ക് ആലുവയിൽ പോകണം. That is their story. അത് അവരുടെ കഥയാണ്. That land is not theirs. ആ ഭൂമി അവരുടേത് അല്ല. We can teach them what to do. എന്താണ് ചെയ്യേണ്ടത് എന്നത് ഞങ്ങൾക്ക് അവരെ പഠിപ്പിക്കാൻ കഴിയും. You ask them to vacate before noon. നിങ്ങൾ അവരോട് ഉച്ചയ്ക്ക് മുൻപ് ഒഴിയാൻ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, ആസ്റ്റ് എന്ന വാക്ക് പറഞ്ഞു, ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ ഉള്ള അർത്ഥമാണ് നൽകുന്നത്. Show them a place to rest. അവർക്ക് വിശ്രമിക്കാൻ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുക. ഇനി ഷീ എന്ന പദത്തിന്റെ 4 പദരൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടി പഠിക്കാം. She is a good person. അയാൾ ഒരു നല്ല വ്യക്തിയാണ്. She wants to study English. അയാൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. That is her novel. അത് അയാളുടെ നോവലാണ്. Those words are hers. ആ വാക്കുകൾ അയാളുടേത് ആണ്. Invite her for this function. അയാളെ ഈ ചടങ്ങിന് ക്ഷണിക്കുക. Tell her to attend the class tomorrow. അയാളോട് നാളെ ക്ലാസ്സിൽ സന്നിധയാവാൻ പറയുക. Send this letter to her. ഈ കത്ത് അയാൾക്ക് അയക്കുക. ഇനി you do, നിങ്ങൾ ചെയ്യൂ എന്നർത്ഥം വരുന്ന വാക്കുകൾ നോക്കാം. You feel his pulse. നിങ്ങൾ അയാളുടെ പൾസ് തൊട്ടു നോക്കൂ. You fight for your rights. നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾക്കായി പൊരുതൂ. You fight him. നിങ്ങൾ അയാളുമായി യുദ്ധം ചെയ്യൂ.
നിങ്ങൾ അയാളോട് പൊരുതൂ. യു ഫൈൻഡ് ഹിം. നിങ്ങൾ അയാളെ കണ്ടെത്തൂ. യു ഫിനിഷ് ദിസ് വർക്ക്. നിങ്ങൾ ഈ തൊഴിൽ പൂർത്തീകരിക്കൂ. വർക്ക് എന്ന വാക്കിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അത് വർക്ക് എന്നല്ല എന്ന് മനസ്സിലാക്കുക. യു ഫയർ ഹിം. നിങ്ങൾ അയാളെ പിരിച്ചുവിടൂ. യു ഫിഷ് ഫ്രം ദ പോണ്ട്. നിങ്ങൾ ആ കുളത്തിൽ നിന്നും മീൻ പിടിക്കൂ. യു ഫ്ലോ. നിങ്ങൾ ഒഴുകൂ. യു ഫ്ലൈ. നിങ്ങൾ പറക്കൂ. യു ഫോളോ ഹിം. നിങ്ങൾ അയാളെ പിന്തുടരൂ. കോമൺ കോൺവെർസേഷണൽ സെന്റൻസസ്. ഇനി അടുത്തത് സാധാരണ സംഭാഷണ വാക്യങ്ങളാണ്. ഡേ ബിഫോർ യെസ്റ്റർഡേ. മിനിഞ്ഞാന്ന്. യെസ്റ്റർഡേ ഇന്നലെ. ടുഡേ ഇന്ന്. ടുനൈറ്റ് ഇന്നു രാത്രി. ടുമാറോ നാളെ. ഡേ ആഫ്റ്റർ ടുമാറോ മറ്റന്നാൾ. കൺവേ മൈ റിഗാർഡ്സ് ടു ഹിം. അയാളോട് എൻ്റെ അന്വേഷണം അറിയിക്കുക. ഈ വാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എനിക്ക് അയാളോടുള്ള ഹൃദയംഗമമായ മതിപ്പ് നിങ്ങൾ അയാളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നാവും എന്നാണ് തോന്നുന്നത്. ഐ മിസ് യു. നിങ്ങളുമായി പിരിഞ്ഞിരിക്കുന്നതിൽ, വിട്ടുനിൽക്കുന്നതിൽ ഞാൻ വിരഹം അനുഭവിക്കുന്നു. Can you come and do this? നിങ്ങൾക്ക് വന്ന് ഇതൊന്ന് ചെയ്യാമോ? Could you please repair this? നിങ്ങൾക്കിതൊന്ന് നന്നാക്കാനാവുമോ? Speech. Space colonization. Part 2. If we do come across human beings on other planets, how will our entry impact on their social system? അന്യഗ്രഹങ്ങളിൽ മനുഷ്യരെ കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ വരവ് അവരുടെ സാമൂഹിക ഘടനയെ എങ്ങനെയാണ് ബാധിക്കുക? Will our entry bring in anything good to them, or will they be exploited by human beings? നമ്മുടെ വരവ് അവർക്കെന്തെങ്കിലും ഗുണകരമായ കാര്യം നൽകുമോ, അതോ അവർ മനുഷ്യരാൽ ചൂഷണം ചെയ്യപ്പെടുമോ? As we all know, man is not known for being good to other human beings.
അന്യമനുഷ്യരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരായിട്ടല്ല മനുഷ്യർ അറിയപ്പെടുന്നത് എന്ന കാര്യം നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. For instance, in our own nation, around 80% of the population lives in a state of slavery and exploitation. ഉദാഹരണത്തിന് നമ്മുടെ രാഷ്ട്രത്തിൽ തന്നെ ജനസംഖ്യയുടെ 80% അടിമത്തത്തിലും ചൂഷണത്തിലുമാണ് ജീവിക്കുന്നത്. Even in Wayanad district in Kerala in South India, the tribal population has literally been suppressed and exterminated. ദക്ഷിണ ഇന്ത്യയിലെ കേരളത്തിലെ വയനാട് ജില്ലയിൽ പോലും വനവാസികൾ അമർച്ച ചെയ്യപ്പെടുകയും പുറന്തള്ളപ്പെടുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. Many of them survive as domestic servants and other low-grade employees of the settler classes. അവരിൽ പലരും കുടിയേറ്റക്കാരുടെ വീട്ടുവേലക്കാരായും മറ്റ് നിലവാരം കുറഞ്ഞ ജീവനക്കാരും ആയും ആണ് ജീവിതം നയിക്കുന്നത്. Now listen to the audio. If we do come across human beings on other planets, how will our entry impact on their social system? Will our entry bring in anything good to them? Or will they be exploited by human beings? As we all know, man is not known for being good to other human beings. For instance, in our own nation, around 80% of the population lives in a state of slavery and exploitation. Even in Wayanad district in Kerala in South India, the tribal population has literally been suppressed and exterminated. Many of them survive as domestic servants and other low-grade employees of the settler classes. Next is English rhyme. Polly put the kettle on, kettle on, kettle on. Polly put the kettle on, let's all have tea.